എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നാമസ്കന്ധം അധ്യായം 14 ശ്ലോകം 8, 9, 10, 11, 12, 13, 14 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ താരയെ ആ ചന്ദ്രൻ ബലമായിട്ട് അപഹരിച്ചു കൊണ്ടുപോയത് കാരണം ആ ബൃഹസ്പതിയും ചന്ദ്രനും ദേഷ്യമുണ്ടായി. അങ്ങനെ ദേവാസുരന്മാര് തമ്മിലുള്ള ആ യുദ്ധം ദേവന്മാർക്കും അസുരന്മാർക്കും അത് നാശത്തിന് കാരണമായിട്ട് ഭവിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ ഗംഗണപതയേ നമ സംസരസ്വത്യൈ നമ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. നിവേദിതോധാംഗിരസ സോമം നിർഭർസ്യ വിശ്വകൃത്താരാം സ്വഭർത്രേ പ്രായച്ഛത് അന്തർവത്നീമവേത്പതി. അഥാനന്തരം അങ്കിരസിനാൽ നിവേദിത അറിയിക്കപ്പെട്ട് വിശ്വകൃത് ബ്രഹ്മാവ് താരയെ സ്വഭർത്താവിനായിക്കൊണ്ട് സോമം നിർഭർസ്യ സോമനെ നിർഭർസിച്ചിട്ട് പ്രായച്ഛൽ കൊടുപ്പിച്ചു. പതി ഭർത്താവ് അന്തർവത്നിയും അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ആംഗിരസ് മഹർഷി ഈ യുദ്ധത്തിന്റെ കാരണമൊക്കെ ബ്രഹ്മാവിനെ അറിയിച്ചു. ഇത് കേട്ടപ്പോ ബ്രഹ്മാവ് ചന്ദ്രനെ ശകാരിച്ചു. താരയെ അങ്ങനെ അവളുടെ ഭർത്താവിന് എന്നെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ താരയെ വേഗം ചന്ദ്രൻ ബൃഹസ്പതിക്ക് തന്നെ കൊടുത്തു. അപ്പോഴാണ് ഭർത്താവായിട്ടുള്ള ബൃഹസ്പതി താര ഗർഭിണിയാണെന്ന് അറിയണത്. ദേഷ്യം വന്നു ബൃഹസ്പതിക്ക്. ത്യജാസു ദുഷ്പ്രജ്ഞേ മൽക്ഷേത്രാദാഹിതം പരൈഹി നാഹം ത്വാം ഭസ്മസാൽ കുര്യാം സ്ത്രീയം സാന്താനികോസതി. ദേഷ്യം വന്നിട്ട് ഇതാ പറഞ്ഞു, ദുഷ്പ്രജ്ഞയെ ദുഷിച്ച ബുദ്ധിയോടുകൂടിയവളെ, പരൈ ആഹിതം പരന്മാരാൽ ആധാനം ചെയ്യപ്പെട്ടതിനെ, മത് ക്ഷേത്രാത് എന്റെ ക്ഷേത്രത്തിൽ നിന്ന്, ആശു ത്യജ ശീഘ്രം ത്യജിച്ചാലും അസതി പാതിവ്രത്യമില്ലാത്തവളെ, സാന്താനിക അഹം സന്താനാർത്ഥിയായ ഞാൻ, സ്ത്രീയം ത്വാം സ്ത്രീയായ നിന്നെ, ഭസ്മസാൽ ന കുര്യാം ഭസ്മമാക്കി തീർക്കണില്ല. ബൃഹസ്പതി വല്ലാതെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ദുഷ്ടേ അസതി എന്ന് വെച്ചാൽ പാതിവൃത്യം ഇല്ലാത്തവള്, എന്റെ ശത്രുവിന്റെ അടുത്ത് പോയിട്ട് നീ ആ ശത്രുവിൽ നിന്ന് ഗർഭം ധരിച്ചില്ലേ, ആ ഗർഭം വേഗം നീ കളഞ്ഞോളൂ. ഇത് നിന്നെ ഈ ദോഷം കാരണം ഞാൻ ഭസ്മാക്കേണ്ടതാണ്. പക്ഷേ ഒരു സന്താനം നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനത് കളയണില്ല, നിന്നെ ഭസ്മാക്കണില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയായ നിന്നെ ഞാൻ ഭസ്മാക്കണില്ല എന്ന് പറഞ്ഞു. വളരെ ലജ്ജ തോന്നി ശരിക്കു പറഞ്ഞു താരയ്ക്ക്. തത്യാജവ്രീഡിതാ താര കുമാരം ജനകപ്രഭം പൃകാമാങ്കിരസശ്ചക്രേ കുമാരേ സോമയേവച. വ്രീഡിതാ താര ലജ്ജിച്ചിരിക്കുന്ന താര, ജനകപ്രഭം അച്ഛനായ ചന്ദ്രനെ പോലെ പ്രഭയോടുകൂടിയ കുമാരനെ തത്യാജ പ്രസവിച്ചു. കുമാരനിൽ ആങ്കിരസ ബൃഹസ്പതിയും സോമായേവച സോമനും സ്പൃഹാം ചക്രേ സ്പൃഹയെ വെച്ചു. തന്റെ പ്രവൃത്തി കൊണ്ട് വളരെ ലജ്ജയുണ്ടായി താരയ്ക്ക്. അങ്ങനെ താര ചന്ദ്രനെ പോലെ ശോഭയുള്ള ഒരു പുത്രനെ പ്രസവിച്ചു. തന്റെ ഭാര്യ ആയതുകൊണ്ട്, തന്റെ ഭാര്യയാണല്ലോ പ്രസവിച്ചിരിക്കുന്നത്, ആ കുട്ടിയെ കണ്ടപ്പോ, കുമാരനെ കണ്ടപ്പോ ബൃഹസ്പതിക്ക് വളരെ സ്നേഹം തോന്നി. എന്നാലോ എന്റെ വീര്യത്തിൽ നിന്ന് ജനിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനും താല്പര്യം. രണ്ടുപേർക്കും ആ കുട്ടിയെ വലിയ ഇഷ്ടമായി. എന്നിട്ട് അവര് തമ്മില് വഴക്കിടണം, എന്റെയാണെന്ന് പറഞ്ഞിട്ട്. മമായം നദവേത്യുച്ചൈ തസ്മിൻ വിവദമാനയോ പപ്രച്ചുർഷയോ ദേവ നൈവോ ചേവ്രീഡിതാതുസ. തസ്മിൻ അവനിൽ, അയം മമ ഇവൻ എന്റേത്, ന തവ നിന്റേതല്ല. ഇതി ഉച്ചൈ വിവദമാനയോ ഇപ്രകാരം ഉച്ചത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഋഷയ ദേവാച ഋഷികളും ദേവന്മാരും പപ്രച്ചു പുച്ഛിച്ചു. സാധു അവളാകട്ടെ വ്രീഡിത ലജ്ജിതയായിട്ട് ന ഊജെ ഏവം പറഞ്ഞില്ല. എന്റെയാണ് ഈ കുമാരൻ, എന്റെ ഭാര്യയാണ് പ്രസവിച്ചിരിക്കുന്നത്, അപ്പൊ എന്റെയാണ് എന്ന് ബൃഹസ്പതി പറഞ്ഞു. അല്ല ഇത് എന്റെയാണ് എന്നിങ്ങനെ ചന്ദ്രനും. രണ്ടുപേരും തമ്മിൽ തർക്കായി. അപ്പോ ഋഷിമാരെല്ലാവരും ആരുടെ പുത്രനാണ്
താര തന്നെ പറയൂ എന്ന് താരയോട് പറഞ്ഞു. താര മിണ്ടിയില്ല. ലജ്ജ നിമിത്തം വളരെ ലജ്ജ തോന്നി താരയ്ക്ക്. ഒന്നും മിണ്ടിയില്ല. കൊറേ ചോദിച്ചു അവര്, പറഞ്ഞില്ല. കുമാരോ മാതരം പ്രാഹ കുപിതോളീകലജ്ജയാ കിം നവോജസ്യ സദ്വൃത്തേ ആത്മാവദ്യം വദാശുഭേ. കുപിത കുമാര, കോപിച്ചിരിക്കുന്ന കുമാരൻ മാതരം മാതാവിനോട് പ്രാഹ പറഞ്ഞു, അസത് വൃത്തെ അമംഗള വ്യാപാരത്തോടു കൂടിയവളെ, അളീക ലജ്ജയ വ്യർത്ഥയായ ലജ്ജ കൊണ്ട്, കിം നവ ഊജസ്സി എന്താ പറയാത്തത്, അശുഭേ അശുഭേ എന്ന് പറഞ്ഞാൽ ദുരാചാരേ, ആത്മാവദ്യം നിന്റെ ദോഷത്തെ വധിച്ചാലും. ഇങ്ങനെ കുറെ തർക്കിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരും. അങ്ങനെ മകൻ വളർന്ന് ഒരു പ്രായത്തിപ്പോ മകൻ ദേഷ്യം വന്നു അമ്മയോട്. എന്നിട്ട് പറഞ്ഞു, മര്യാദ കെട്ടവളെ, അമ്മയോട് പറയാ, കഷ്ടം, ഇങ്ങനെ വെറുതെ ലജ്ജിച്ചിട്ട് എന്താ കാര്യം, ചെയ്തു പോയിട്ട് പ്രവൃത്തി ശരിക്കും പറയൂ, ഈ ലജ്ജയ്ക്ക് ഒരു അർത്ഥമൊന്നുമില്ല, എന്താണ് പറയാത്തത് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നുള്ള ആത്മദോഷത്തെ, ആ ദോഷം ചെയ്തതാണ് അമ്മ, വേഗം പറഞ്ഞോളൂ, ആരിൽ നിന്നാ ഗർഭം ധരിച്ചത്, എന്നോട് പറയൂ. മകൻ അങ്ങനെ ദേഷ്യപ്പെട്ടു. അപ്പൊ താര പറയാണ്, ബ്രഹ്മാതാം രഹ ആഹൂയ സമപ്രാക്ഷീച്ച സാന്ത്വയൻ സോമസ്യേത്യാഹ ശനകൈ സോമസ്തം താവദഗ്രഹീൽ. ബ്രഹ്മാവ് താം അവളെ രഹ ആഹൂയ രഹസ്യത്തിൽ ആഹ്വാനം ചെയ്തിട്ട് സാന്ത്വയൻ സമാധാനിപ്പിച്ചും കൊണ്ട് സമപ്രാക്ഷി സംരക്ഷിച്ചു, ശനഗേഹി മെല്ലെ മെല്ലെ സോമസ്യ ഇതി ആഹ സോമന്റെ ഇതെന്ന് പറഞ്ഞു. താവത് അപ്പോ സോമൻ തം അഗ്രഹിൽ അവനെ ഗ്രഹിച്ചു. പുത്രൻ നിർബന്ധിച്ചിട്ടും പറഞ്ഞില്ല താര, ലജ്ജയായിട്ട് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. അപ്പൊ ബ്രഹ്മാവ് അത് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് രഹസ്യമായിട്ട് വരൂ, സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ സമാധാനമായിട്ട് വിളിച്ചു കൊണ്ടുപോയി. പറഞ്ഞോളൂ താരെ, ആരുടെ ഉണ്ണിയാണത്, അതൊന്നും കുഴപ്പമില്ല പറഞ്ഞോളൂ. വളരെ മെല്ലെ പറഞ്ഞു, ചന്ദ്രന്റെ പുത്രനാണ്. ചന്ദ്രന് വളരെ സന്തോഷായി. അങ്ങനെ ചന്ദ്രൻ ആ ഉണ്ണിയെ കൊണ്ടുപോയി. തസ്യാത്മയോനി അകൃത ബുധ ഇത്യഭിധാം നൃപ ബുദ്ധ്യാ ഗംഭീരയായേന പുത്രേണാവോ ഉഡുരാൺമുദം. നൃപ ഹേ രാജൻ, ആത്മയോനി ബ്രഹ്മാവ് തസ്യ അവന് ബുധ ഇതി ബുധനെന്ന് അഭിധാം അകൃത നാമധേയം നിശ്ചയിച്ചു. ഗംഭീരയാ ബുദ്ധിയ ഗംഭീരയായ ബുദ്ധിയോടുകൂടിയ ഏന പുത്രേണ യാതൊരു പുത്രനെ കൊണ്ട് ഉഡുരാൾ ചന്ദ്രൻ മുദം ആവ സന്തോഷത്തെ പ്രാപിച്ചു. മിടുമിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണി ബ്രഹ്മാവ് ആ ഉണ്ണിക്ക് ബുധൻ എന്ന് നാമകരണം ചെയ്തു. അഗാധമായ ബുദ്ധിയോടുകൂടിയ ബുദ്ധിയുണ്ടാ മകന്. അങ്ങനെ കണ്ടപ്പോ ചന്ദ്രന് വളരെ സന്തോഷായി. അങ്ങനെ പിതാവായ ചന്ദ്രൻ വളരെ സന്തോഷിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.